വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ, ഖത്തർ. അധ്യായം 381. ആത്മസായുജ്യത്തോടെ ഈ ലോകത്തോട് വിട പറയാം. മനുഷ്യജീവിതം വളരെ ചുരുങ്ങിയതാണ്. എന്നാൽ ഓരോരുത്തരുടെയും കാലാവധി എത്രയാണെന്ന് സൃഷ്ടാവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. നമ്മുടെ അവധി അടുത്ത നിമിഷം അവസാനിക്കാം. കുറേ വർഷങ്ങൾ നീണ്ടുനിന്നെന്നും വരാം. അതിനാൽ ആത്മസായുജ്യത്തോടെ ഈ ലോകത്തോട് വിട പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ ചിന്തയിലും പ്രവൃത്തികളിലും മാത്രമല്ല, സമീപനങ്ങളിലും കാഴ്ചപ്പാടുകളിലും സമൂലമായ മാറ്റം അത്യാവശ്യമാണ്. നാം ജീവിക്കുന്ന കാലത്ത് നല്ല പ്രവൃത്തികൾ ചെയ്ത് മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിച്ച് ജീവിച്ച ജീവിതാവസാനത്തിൽ ഒരു ദുഃഖവും നഷ്ടബോധവും ഉണ്ടാകാനിടയില്ല. മനസ്സിനെ കളങ്കരഹിതമാക്കി വയ്ക്കുകയും നിരുപാധികമായി വിട്ടുവീഴ്ചയിലൂടെ നവീകരിക്കുകയും ചെയ്യുകയാണ് ഇതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമെന്നാണ് പൂർവ്വസൂരികൾ പഠിപ്പിക്കുന്നത്. ഓരോ ദിവസവും ഉറങ്ങുന്നതിനു മുമ്പ് ഈ രൂപത്തിൽ മനസ്സിനെ ശുദ്ധീകരിക്കാനും നവീകരിക്കാനും ശ്രമിച്ചാൽ ആത്മസായുജ്യത്തോടെ ഈ ലോകത്തോട് വിട പറയാനാകും. നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്ത് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യ നിർവഹണത്തിൽ പലരുമായി നാം ബന്ധപ്പെടും. ബന്ധപ്പെടുന്നവരുടെയൊക്കെ മനസ്സിൽ നല്ല ഓർമ്മകൾ അവശേഷിപ്പിക്കാനും അവരെക്കുറിച്ച് നല്ലതുമാത്രം ഓർക്കാനും നിരുപാധികമായ വിട്ടുവീഴ്ചയിലൂടെ സാധിക്കും. പിഴവുകൾ, നഷ്ടങ്ങൾ, വിഷാദങ്ങൾ മുതലായവയൊക്കെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിഞ്ഞേക്കില്ലെങ്കിലും നല്ല മനസ്സും ആത്മാർത്ഥമായ പരിശ്രമവും ഉണ്ടെങ്കിൽ ജീവിതം പശ്ചാത്താപമില്ലാത്തൊരു യാത്രയായി മാറും. എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തുവെന്ന സംതൃപ്തിയാണ് നമുക്കുണ്ടാവേണ്ടത്. സത്യസന്ധമായി നല്ലതിനായി ജീവിക്കുക. അപ്പോൾ ലോകം വിടുമ്പോൾ ഹൃദയത്തിൽ ഒരു ഖേദവും അവശേഷിക്കില്ല. ഓസ്ട്രേലിയൻ നഴ്സ് ബ്രോണി വെയർ എഴുതിയ ദി ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദി ഡൈയിങ് എന്ന ഗ്രന്ഥം മരണശയ്യയിൽ കഴിയുന്ന രോഗികളോടൊപ്പം ഉണ്ടായിരിക്കുമ്പോൾ അവർ പങ്കുവച്ച ജീവിതത്തിലെ പ്രധാന പശ്ചാത്താപങ്ങൾ വിവരിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ വ്യത്യസ്ത തരത്തിലുള്ള സങ്കടങ്ങളും പരിഭവങ്ങളും ബാക്കിയായാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. തന്റെ അനുഭവത്തിൽ നിരവധി പേരെ പരിചരിച്ചതിൽ നിന്നും അവർ മനസ്സിലാക്കിയ മരണത്തിനു മുമ്പ് ആളുകൾക്കുണ്ടാകുന്ന 5 വലിയ പശ്ചാത്താപങ്ങൾ ഇനി പറയും പ്രകാരം സംഗ്രഹിക്കാം. 1. എനിക്ക് എന്റെ ജീവിതം എന്റെ രീതിയിൽ ജീവിക്കാമായിരുന്നു. മറ്റുള്ളവർ പ്രതീക്ഷിച്ചതുപോലെ അല്ലാതെ സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പിന്തുടർന്ന് സ്വന്തമായ ജീവിതം ജീവിച്ചിരുന്നുവെങ്കിൽ എന്നാണ് അധികം ആളുകളെയും മരണസമയത്ത് നൊമ്പരപ്പെടുത്തിയത്. 2. ഞാൻ ഇത്രയുമധികം ജോലി ചെയ്തിരിക്കേണ്ടിയിരുന്നില്ല. ജോലിക്കും കൂലിക്കും പിന്നാലെ ഓടി കുടുംബത്തോടും സുഹൃത്തുക്കളോടും വേണ്ടപ്പെട്ടവരോടുമൊക്കെ ആവശ്യാനുസൃതം സമയം ചെലവഴിക്കാനായില്ലല്ലോ എന്നതായിരുന്നു രണ്ടാമത്തെ ദുഃഖം. 3. എന്റെ വികാരങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ. ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും വികാരങ്ങൾ പ്രകടിപ്പിക്കാനാവാതെ വിങ്ങിപ്പൊട്ടുന്നവരാണ് പലരും വികാരങ്ങൾ അടച്ചുവെച്ചതിനാൽ ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും മനസ്സിൽ ഭാരമായി ശേഷിക്കുകയും ചെയ്യുന്നു. ആശിച്ച വേഷങ്ങൾ ആടാൻ കഴിയാത്ത നാടകമാണ് ജീവിതം എന്നത് മിക്ക വ്യക്തികൾക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. 4. ഞാൻ സുഹൃത്തുക്കളുമായി നല്ല ബന്ധം തുടർന്നു വെച്ചിരുന്നുവെങ്കിൽ. നല്ല സൗഹൃദം ജീവിതത്തിൽ കുളിരും കരുത്തും പകരും. ജീവിതത്തെ പ്രഭാപൂരിതമാക്കുന്ന ബന്ധങ്ങൾ പരിമളം പ്രസരിപ്പിക്കുകയും സർഗാത്മകമാക്കുകയും ചെയ്യും. എന്നാൽ താൽക്കാലികമായ നേട്ടങ്ങൾക്കായുള്ള നെട്ടോട്ടത്തിനിടയിൽ ഗുണപരമായ ഇത്തരം സൗഹൃദങ്ങളും ബന്ധങ്ങളും നഷ്ടപ്പെടുന്നതാണ് പലരെയും സങ്കടപ്പെടുത്തുന്നത്. 5. എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. സന്തോഷമെന്നത് നമ്മുടെ ഓരോരുത്തരുടെയും തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ സന്തോഷം നമ്മിൽ തന്നെയാണുള്ളത്. ആ തിരിച്ചറിവില്ലാതെ ജീവിച്ചതിൻ്റെ പശ്ചാത്താപമാണ് മിക്കവരിലും മറ്റൊരു സങ്കടമെന്നാണ് പുസ്തകം അടയാളപ്പെടുത്തുന്നത്. ജീവിതം അമൂല്യമാണ്. ഓരോ നിമിഷവും ഏറെ വിലപ്പെട്ടവയും. തനിക്കും ചുറ്റുപാടുമുള്ളവർക്കും നന്മകൾ ചെയ്തും ഓരോ സന്ദർഭങ്ങളും അവിസ്മരണീയമാക്കിയും നാം ജീവിതം ആഘോഷമാക്കണം. ഈ ലോകത്തോട് എപ്പോൾ വിട പറയേണ്ടി വന്നാലും ആത്മനിർവൃതിയോടെ വിട പറയാനാവുക എന്നത് നിസ്സാര കാര്യമല്ല. ഏതെങ്കിലും പ്രത്യേക മുഹൂർത്തത്തിനു വേണ്ടി കാത്തിരിക്കാതെ ഓരോ നിമിഷവും സവിശേഷമാക്കണം. മനസ്സും ചിന്തയും നിർമ്മലമാക്കി സുഹൃതവും ആർദ്രതയും ജീവിതശൈലിയാക്കി വിനയവും കൃതജ്ഞതയും കൈമുതലാക്കി ജീവിക്കുന്നവർക്ക് ജീവിതം കൂടുതൽ മനോഹരവും ആത്മസംതൃപ്തി നൽകുന്നതുമാകും. അവസാനം ദുഃഖിക്കുന്നതുകൊണ്ടോ സങ്കടപ്പെടുന്നതുകൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നിരന്തര പരിശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം ജീവിതം ഗുണപരമായി മാറ്റാനും ബന്ധങ്ങൾ ഊഷ്മളമാക്കി നിലനിർത്താനും ശ്രദ്ധിക്കണം. ഗുണകാംക്ഷയും സഹാനുഭൂതിയും സൃഷ്ടിക്കുന്ന സാമൂഹ്യ പരിസരം ആത്മനിർവൃതിയുടെ ഉദാത്ത മേഖലകളിലേക്കാണ് നയിക്കുക. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974 555 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട്
ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.